നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഹെൽത്തും ആരോഗ്യവും സൈക്കോളജിയും അല്ലെങ്കിൽ ഹെൽത്ത് സൈക്കോളജിയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഹെൽത്ത് എന്ന് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യാവസ്ഥ എന്താണ്? ആ ആരോഗ്യാവസ്ഥ എങ്ങനെ മാനസികമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ ആരോഗ്യവും നമ്മുടെ മനസ്സും അല്ലെങ്കിൽ പെരുമാറ്റവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ആരോഗ്യമെന്ന് പറയുന്നത് മനുഷ്യന് രോഗമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവന് സമൂഹവുമായിട്ട് മാനസികവും ശാരീരികവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ എങ്ങനെ ചേർന്ന് മാനസികമായ ആരോഗ്യം നിലനിർത്തുന്നു. അത് അല്ല എങ്കിൽ മനസ്സും ശരീരവും അവൻ്റെ ആത്മീയതയും സ്പിരിച്വാലിറ്റിയും കൂടി ചേർന്നുകൊണ്ട് സമൂഹമായിട്ട് എങ്ങനെ ചേർന്നിരിക്കുന്നു. അങ്ങനെ പല പല ആംഗിളുടെ പല പെർസ്പെക്റ്റീവ് പല രീതിയിൽ നമ്മൾ ആരോഗ്യം എന്താണെന്ന് കണ്ടു. അതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ള ഇന്ത്യൻ ആരോഗ്യ വ്യവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. അപ്പം ഇവിടെ ഇന്ത്യയിൽ ഇത് പറയുമ്പോൾ, അതായത് ഈസ്റ്റേൺ ഉള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ മനസ്സും ശരീരവും മാത്രമല്ല ആന്തരികമായ ആരോഗ്യത്തെ കൂടെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഇന്നർ പീസ്, ആധ്യാത്മികമായ അല്ല ആത്മീയമായ ഒരു സമാധാനമാണ് ഹെൽത്ത് എന്ന് പറയുന്നു. അതാണ് അതിൻ്റെ നിർവചനത്തിൽ വരിക. അപ്പം അതിനകത്ത് സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നു, അത് എന്തൊക്കെ കാരണങ്ങളാണ് സ്ട്രെസ്സിനുള്ളത്, അതിന് എങ്ങനെ നമുക്ക് അതുമായിട്ട് സഹകരിച്ചു പോകാം, അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം, അത് ശരീരത്തെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു, ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് നേരത്തെ നിർവചിക്കപ്പെട്ടിരിക്കുന്നതല്ല, നേരത്തെ അതിനൊരു ഉപഭാവങ്ങൾ കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തോട് നമ്മൾ പ്രതികരിക്കുക, നമ്മുടെ ശരീരം പ്രതികരിക്കുക, മനസ്സ് പ്രതികരിക്കുക. അപ്പം ആ സാഹചര്യം എന്ന് പറയുന്നത് മുൻകൂട്ടി തീരുമാനിച്ചാകണമെന്നില്ല, അല്ലെങ്കിൽ ആ സാഹചര്യത്തോട് നമ്മൾ ഇങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതല്ല. ആ പ്രത്യേക സാഹചര്യം വരുന്ന സമയത്ത്, ആ പർട്ടിക്കുലർ സമയത്ത്, ആ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെ അതിനെ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, കാണുന്നു, അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അൺഡിഫൈൻഡ് ആണ്, നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള, അതിന് സ്ട്രക്ചറൊന്നുമില്ല. എങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്കിപ്പോഴേ പറയാൻ പറ്റില്ല. ഒരേ സാഹചര്യങ്ങൾ തന്നെ നമുക്ക് സ്ട്രെസ് ആകാം, സ്ട്രെസ് അല്ലാത്തതാകാം. ഒരേ സാഹചര്യം തന്നെ, ഒരേ സാഹചര്യം എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞ സമയത്ത്, വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ, അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്. മഴ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അതേസമയം നമ്മൾ കൃഷി ഇറക്കിയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു മഴ വന്നിരിക്കട്ടെ, മഴ ആവശ്യമുള്ള സമയമാണ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കില്ല. അപ്പം ഒരേ സാഹചര്യം ഒരേ വ്യക്തിയിൽ 2 സമയത്ത് ഒന്ന് സ്ട്രെസ് ആകാം, ഒന്ന് സ്ട്രെസ് അല്ലാതാകാം. അടുത്ത ഒരു സാഹചര്യത്തിൽ ഒരേ സാഹചര്യം 2 വ്യക്തികളിൽ, ഒരേ സാഹചര്യം 2 വ്യക്തികൾ, ഒരു വ്യക്തിക്ക് സ്ട്രെസ് ആകാം, ഒരു വ്യക്തിക്ക് സ്ട്രെസ് അല്ലാതിരിക്കാം. നല്ലപോലെ പഠിച്ചൊരു കുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ പരീക്ഷ എന്തെങ്കിലും കാരണവശാൽ മാറ്റിവെച്ചു, ആ കുട്ടിക്ക് സ്ട്രെസ്സായി. അതേസമയം പഠിക്കാത്തൊരു കുട്ടിക്ക് പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കും, പരീക്ഷ മാറ്റിവെച്ചാൽ സ്ട്രെസ് ആയിരിക്കുകയില്ല. അപ്പോൾ ഒരേ സാഹചര്യം 2 പേരിലുണ്ടാക്കുന്ന പ്രതികരണം, ഒരാൾക്ക് സ്ട്രെസ് ആകും, ഒരാൾക്ക് സ്ട്രെസ് അല്ലാതിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഒരേ സാഹചര്യം ഒരേ സമയത്ത് പലരുണ്ടാക്കുന്നത്, ഒരു കുട്ടിക്ക് സ്ട്രെസ് ആകും, ഒരു കുട്ടിക്ക് സ്ട്രെസ് അല്ലാതിരിക്കാം. അപ്പം ഇത് ആളുടെ ശാരീരികമായ, മാനസികമായ, സാന്ദർഭികമായ അവസ്ഥയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം സ്ട്രെസ് എന്ന സ്ട്രെസ് സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. സ്ട്രെസ് സൈക്കിൾ, അതായത് നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു ഈവൻ്റ് ഉണ്ടാകുന്നു, നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു.
ആ സ്ട്രെസ്സിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ കുറേ ടയർ ആൻഡ് ബെയർ തീരുമാനങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നു. ചിലപ്പോൾ ഒരു സ്ട്രെസ്സിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ മാനസികമായും ശാരീരികമായും കുറേ ബുദ്ധിമുട്ടുകൾ, അല്ലെ പ്രശ്നങ്ങളെ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നു. സ്ട്രെസ്സ് കുറഞ്ഞ് ഇരിക്കുന്ന തീരുന്ന സമയം അടുത്തൊരു ഇവൻ്റ് ഉണ്ടാകും, തോറലെ സ്ട്രെസ് ഉണ്ടാകും. ദിസ് കോൾഡ് സ്ട്രെസ് സൈക്കിൾ. സ്ട്രെസ് സൈക്കിൾ. അതുപോലെ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാകുന്നു, ഉടനെ തന്നെ വാണിംഗ് തരുന്നു. ആ സിറ്റുവേഷൻ സ്ട്രെസ്ഫുൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, ഉടനെ നമ്മൾ ഒരു വാണിംഗ് തരുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു. ഇതൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്. ദാറ്റ് ഈസ് കോൾഡ് അലാം സ്റ്റേജ് ഓർ വാണിംഗ് സ്റ്റേജ്. ഈ വാണിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യും. എനിക്ക് സ്ട്രെസ് അല്ല, ഞാനിതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. നമ്മളത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പ്രതികരിക്കും. ദാറ്റ് ഈസ് കോൾഡ് റിയാക്ഷൻ. അപ്പം ഈ 3 കമ്പോണൻറ്റും, അലാം സ്റ്റേജ്, റെസിസ്റ്റൻറ്റ്, റിയാക്ഷൻ സ്റ്റേജ്, ഇത് 3 കൊണ്ടുമ്പോഴാണ് നമ്മൾ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. അപ്പം എപ്പോഴും നമ്മൾ സ്ട്രെസ് പറയുമ്പോൾ ഈ 2 കാര്യങ്ങൾ, സ്ട്രെസ് സൈക്കിളും ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം കൂടെ നടത്തും. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഉണ്ടാകാം, അല്ലെ സ്ട്രെസ് ഉണ്ടാകുന്ന ഒന്ന് ശാരീരികമായാകാം, ഫിസിയോളജിക്കൽ കാരണങ്ങളാകാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കാര്യങ്ങളാകാം, മാനസികമായ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ചുറ്റുപാടുകളുണ്ടാകാം, സമൂഹത്തിലുണ്ടാകുന്ന കാരണങ്ങളാകാം, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യേക സന്ദർഭങ്ങളാകാം. അത് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഫിസിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് ഉണ്ടാകാം, മാനസികമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം, ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം, സാമൂഹികമായ ചില കാരണങ്ങളാകാം, അല്ലെങ്കിൽ ലൈഫ് ഇവൻറ്റ്സ് ആകാം. ഇതാണ് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, സ്ട്രെസ്സസ് എന്ന് തന്നെ പറയുന്നത്. സ്ട്രെസ്സിൻ്റെ സിംറ്റം എന്തൊക്കെയാണ് സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാണുന്നത്? ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഫിസിയോളജിക്കൽ സിംറ്റംസ് ആണ്. ഈ ഫിസിയോളജിക്കൽ സിംറ്റം എന്ന് പറയുമ്പോൾ BP കൂടാം. സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ BP വളരെ കൂടാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ BP വളരെ കൂടിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാം, ചിലപ്പോൾ താഴോട്ട് പോകുന്നതായിട്ട് കാണാം, ഹാർട്ട് റേറ്റ് വളരെ കൂടുന്നതായിട്ട് കാണാം, വിറയ്ക്കുന്നതായിട്ട് കാണാം, നമ്മൾ വേർക്കുന്നതായിട്ട് കാണാം. ഇതൊക്കെ നമുക്ക് ഫിസിക്കൽ സിംറ്റംസ് ആണ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്നത്. ദെൻ എമോഷണൽ സിംറ്റംസ്, വൈകാരികമായി കരയുന്നതാകാം, ദേഷ്യം ഇരിക്കുന്നതാകാം, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതാകാം, ദേഷ്യം വരുന്നതാകാം. ഇതൊക്കെ നമ്മൾ എമോഷണൽ സിംറ്റമാണ്. വൈകാരികമായി നമ്മളിത് പ്രകടിപ്പിക്കുക. സ്ട്രെസ് വന്നോ സ്ട്രെസ് വരുന്ന കാണാം. പിള്ളേർക്ക് പരീക്ഷയ്ക്ക് മേശയ്ക്ക് ഭയങ്കരമായിട്ട് ഇടിക്കുന്നത് കാണാം, ചിലപ്പം ദേഹത്തോട്ട് ചൊറിയുന്നതാണ്, ചിലപ്പോൾ കൈകൾ നമുക്ക് കുട്ടിയിടിക്കുന്നത് കാണാം, ചിലപ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്കിരിക്കുന്ന കുട്ടി പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കണ്ട് ഇത് എങ്ങനെ എഴുതും, അല്ലെങ്കിൽ സമയം തീരാറായി, ഉടനെ തന്നെ റെസ്റ്റ്ലെസ് ആകുന്ന കാണാം, ഇരിക്കാൻ പറ്റുന്നില്ല, ഉടനെ തന്നെ വിറയ്ക്കുന്നത് കാണും, ഉടനെ തന്നെ ഒച്ച വെക്കുന്ന കാണും. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഫിസിക്കൽ ആൻഡ് എമോഷണൽ സിംറ്റമാണ്. ഇതിന് സൈക്കോളജിക്കൽ, ചിലപ്പോൾ പെട്ടെന്ന് സ്ട്രെസ് കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകാം, ആങ്സൈറ്റി ഉണ്ടാകാം, മറ്റുള്ള മാനസികമായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ബിഹേവിയറൽ സിംറ്റം. ബിഹേവിയറാണ് ഞാൻ പറഞ്ഞത്, അടുത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക, ഇടിക്കുക, ബഹളം ഉണ്ടാക്കുക, ഒച്ച വെക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോകുക, ഓടാൻ തുടങ്ങുക, അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ചിലപ്പോൾ എഴുന്നേറ്റ് പോകുന്നതാണ്. സോ ഫിസിയോളജിക്കൽ സിംറ്റംസ് ഉണ്ട്, എമോഷണൽ സിംറ്റംസ് ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, ബിഹേവിയറൽ സിംറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, സോഴ്സസ്, സ്ട്രെസ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഫ്രസ്ട്രേഷൻ. അപ്പോൾ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് പോകുന്നു, ആ ലക്ഷ്യത്തിന് നമുക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകുന്നു, ബ്ലോക്കിംഗ് ദ ഗോൾസ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിരുന്നു, അതിനെ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ചെയ്യുക. നമ്മൾ ഒരിടത്ത് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു, നമ്മളെല്ലാവരുടെ ഒരു ടൂറിന് പോകാനിട്ടിരിക്കുന്നു, പെട്ടെന്ന് പറയുകയാണ്, പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിലേക്ക് കയറി വരുന്നു, അല്ലെ നമ്മൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങിയിരുന്നു, പെട്ടെന്ന് വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുന്നു, അല്ലെ പെട്ടെന്ന് കല്യാണത്തിന് ഇറങ്ങിയിരിക്കുന്നു, പെട്ടെന്ന് മഴ പെയ്യുന്നു, നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം
ഏത് ഗോളിനെയാണോ ഏതെങ്കിലും ലക്ഷ്യത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുക, അതാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റിലെ നമ്മൾ ചേഞ്ച് ചെയ്ത് മുഖത്ത് വ്യത്യാസം വരിക, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ദെൻ ദ സൗണ്ട്, നമ്മുടെ ശബ്ദത്തിന് വ്യത്യാസം വരും. പറഞ്ഞാൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായി, ശരീരം വരയ്ക്കാൻ തുടങ്ങി, എക്സ്റ്റേണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം ശരീരത്തിലാണ് ആദ്യം നമുക്ക് ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് മുഖത്താണ് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ ചേഞ്ച് വരുന്നത്. പക്ഷേ സ്ട്രെസ്സിന് റിയാക്ഷൻ എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കില്ല. സ്ട്രെസ് വരുമ്പോൾ ആദ്യം നമ്മൾ മുഖത്ത് എക്സ്പ്രഷൻ മാറ്റും, പിന്നെ ശബ്ദം മാറും, പിന്നെ നമ്മൾ അജിറ്റേഷൻ ആകും, പിന്നെ അഗ്രഷൻ ആകും, വയലൻ്റ് ആകും, ദെൻ റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ ആദ്യം മുഖത്തെ എക്സ്പ്രഷനാണ്, അവിടെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ. നമ്മളെന്തെങ്കിലും പോകണ്ട, ഇപ്പം നമ്മളൊരു സിനിമയ്ക്ക് പോയിട്ട് ഇറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് ഇറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മൾ ആദ്യം വരെ പോകണ്ട, ഇന്ന് പോകാൻ പറ്റില്ല, അച്ഛനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഉടൻ തന്നെ അവൻ്റെ മുഖം മാറും. ഉടൻ നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ നമ്മുടെ പ്രതികരണം എന്തായാലും മുഖത്ത് ഇത്ര വലിയ വ്യത്യാസം, ഞാൻ ഒരു കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ശബ്ദത്തിൽ വ്യത്യാസം വരും, ഉടൻ തന്നെ റെസിസ്റ്റ് ചെയ്യും. എനിക്ക് പോയേ പറ്റുള്ളൂ, എനിക്ക് അത്യാവശ്യമുണ്ട്, നിങ്ങൾക്ക് എന്താ പറഞ്ഞ് മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ ഞാൻ കൂട്ടുകാരൊക്കെ ആയിട്ട് തയ്യാറെടുത്തിരിക്കാൻ, അല്ല അവരെല്ലാം എന്നെ കാത്തിരിക്കാൻ, ഞാൻ പോവാണ് എന്ന് പറയുന്നു. അത് വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒന്ന് റെസിസ്റ്റ് ചെയ്തു, അജിറ്റേഷൻ നടത്തി, ഒന്ന് അഗ്രഷനായി, അങ്ങനെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടും തന്നെ ഷർട്ടൊക്കെ വലിച്ചൂരി, ഉടനെ മൊബൈൽ ഫോൺ താഴോട്ടിരിഞ്ഞു, ഉടനെ നിലത്തുനിന്ന് ചവിട്ടി. ഇതെല്ലാം കഴിഞ്ഞാൽ കട്ടിലെ പോയി കിടന്ന് കരയും. അപ്പം ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ഉണ്ടാകുന്ന കാരണങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ഓഫ് ഗോൾസ് ആണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രഷർ ചെയ്ത് നമ്മൾ പറയും ഇത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്തു തീർക്കണം. ഒരു വർക്ക് കൊടുത്തിട്ട് നമ്മൾ പറയാം ഈ വർക്ക് 1 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കണം. കൂടുതൽ വർക്ക് ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വർക്ക് പറഞ്ഞ് തീരാറാകുമ്പോൾ നമ്മൾ വേറൊരു വർക്ക് എടുക്കണം, ഇതുകൂടെ ചെയ്തു തീർത്തിട്ട് പോകും. ഒന്ന് നമ്മൾ പറയുന്നത് പ്രഷർ എന്ന് പറഞ്ഞാൽ പല രീതിയിലാകാം. ചിലപ്പോൾ ഓവർലോഡ് നമ്മൾ കൊടുക്കുന്ന, ഒരാൾക്ക് ചെയ്യാവുന്ന കൂടുതൽ സമയം കൊടുക്കുന്ന, അല്ല ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞേക്കാം. അപ്പം പ്രഷർ എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ നമുക്ക് അതിനകത്ത് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ലൈഫ് ഇവൻറ്റ്സ്, ചില സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഓർക്കാതിരിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കുന്നതുകൊണ്ട് ബ്ലോക്ക് ആകുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ജീവിത സാഹചര്യങ്ങൾ പ്രശ്നമാണ്. ഡെയിലി ഹാസിൽസ്, പെട്ടെന്ന് ഓരോ ദിവസവും നമ്മൾ സ്ട്രെസ്സിൽ കൂടെ പോകുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോകാനിട്ടിരിക്കുന്നു, അത് ഉടനെ പറയുക ഇന്ന് ഹർത്താലാണ്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിങ്ങാണ്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഭയങ്കര ബ്ലോക്കായി, ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഭയങ്കര മഴ പെയ്തു, നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നില്ല, വഴിയിലൊക്കെ വെള്ളക്കെട്ടായി. അപ്പോൾ ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അപ്പം അതാണ് ഡെയിലി ഹാസിൽസ് എന്ന് പറയുന്നത്. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കാം. അതിനകത്തുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ഞാൻ ഒരു വഴക്കുണ്ടായി, അല്ലെങ്കിൽ എൻ്റെ കൊളീഗുമായിട്ട് ഞാൻ ഒരു പ്രശ്നമുണ്ടായി, എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്തുള്ള 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്ട്രെസ് ഉണ്ടാകും. ഈവൻ നമ്മുടെ സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം, മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം. അതിനകത്തുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ദെൻ സോഷ്യൽ സാഹചര്യങ്ങൾ മാറുക, പെട്ടെന്ന് നമ്മൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ മാറുക. പെട്ടെന്ന് നമ്മളൊരു റോഡ് വൈഡനിങ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥലം കുറച്ച് പോകാൻ നമ്മൾ എടുക്കുക, എന്നിട്ട് ഈ സ്ഥലമൊക്കെ കയറി ചെയ്ത് കേട്ടോ, ഇത് നമ്മളൊരു റോഡിന് വീതി കൂട്ടുമ്പോൾ റോഡ് വീതി കൂട്ടുന്നത് നമുക്ക് സന്തോഷമാണ്, പക്ഷെ നമ്മൾ സ്ഥലം പോകുന്നത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. അപ്പം ചില പെട്ടെന്നൊരു നിയമങ്ങൾ ഉണ്ടാകുക, നമ്മൾ വിചാരിക്കാതിരിക്കുന്ന ചില നിയമങ്ങൾ ഉണ്ടാകുക. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നു. ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ കണ്ടീഷൻ, സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ദെൻ കോൺഫ്ലിക്ട്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. കോൺഫ്ലിക്ട്സ് അതങ്ങനെ തന്നെ ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. കോൺഫ്ലിക്ട്സ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. 2 വ്യക്തികൾ തമ്മിലുള്ളതാകാം, 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ളതാകാം,
വ്യക്തികളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നതാകാം കോൺഫ്ലിക്റ്റ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ രണ്ടഭിപ്രായം. അപ്പം ഇന്ന് ഞാൻ തീരുമാനിച്ചു നമുക്ക് സിനിമയ്ക്ക് പോകാം എന്ന് ഞാൻ തീരുമാനിച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറയുക, അല്ല എനിക്ക് അമ്പലത്തിൽ പോകണം. കോൺഫ്ലിക്റ്റ് ആയി. അപ്പോൾ നമുക്ക് രണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു, പക്ഷെ വൈഫ് അമ്പലത്തിൽ പോയിട്ട് റെഡി ആയിക്കാം. അപ്പം ഇത് വേണേ ഉണ്ട് കോൺഫ്ലിക്റ്റ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ് ആണ്. ദർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം വീട്ടിൽ സാധാരണ ഇത് അച്ഛനൊക്കെ ചെയ്യുന്നതിന് രണ്ട് കാര്യം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്, ഏതാ ഇഷ്ടപ്പെട്ടത്, ഏതെങ്കിലും ഒന്ന് എടുത്തോളൂ. നമുക്ക് സംശയമായി. രണ്ടും നമുക്ക് ഒരേപോലെ ഇഷ്ടമാണ്, പക്ഷെ ഏതെങ്കിലും ഒന്നേ എടുക്കാനായിട്ട് അച്ഛൻ സമ്മതിക്കുന്നു. ഒരേ സമയത്ത് നമുക്ക് രണ്ട് ജോലി കിട്ടി. അതായത് നമ്മൾ ജോലിക്ക് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടണമെന്നുള്ള പ്രതീക്ഷയെ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചു. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് രണ്ട് ജോലികൾ നമുക്ക് കിട്ടി. രണ്ടും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. രണ്ടും നമ്മൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് വിചാരിച്ച ജോലിയാണ്, പക്ഷെ ഏതെങ്കിലും ഒന്നും എടുക്കാൻ പറ്റും, രണ്ട് ജോലിക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് കാര്യം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് കോൾഡ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. നമുക്ക് ആ കാര്യം ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നുണ്ടായ ചില കാര്യങ്ങൾ നമുക്ക് ചേരാൻ പറ്റാതെ വരിക. ഉദാഹരണം എപ്പോഴും പറയും, നമുക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫ്ലൈറ്റ് മുകളിലോട്ട് പോകുന്നത് അഗ്രോഫോബിയ ആണ്. നമുക്ക് മുകളിലോട്ട് പോകാന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് കോൾഡ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. രണ്ട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റും. ചിലപ്പം നമ്മുടെ സീനിയർ ഓഫീസർ പറയുകയാണ്, ഒരു കാര്യം ഇന്ന് ആ ജോലി ചെയ്തിട്ട് പോകും. നമുക്ക് പക്ഷേ ജോലി ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നാളെ നേരം മുഴക്കുമ്പോൾ തിരിഞ്ഞ് ചെയ്യും. ജോലി ചെയ്യാനും ഇഷ്ടമല്ല, നാളെ രാവിലെ വരാനും ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒരു കാര്യം ഈ ജോലി വേണ്ടെന്ന് വെച്ചോളൂ, പക്ഷെ നാളെ രാവിലെ വന്നിട്ട് പകരത്തിനിരിക്കുന്ന ബാക്കിയുള്ള ജോലി തീർത്താണ്. അപ്പം ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്തേ പറ്റുള്ളൂ, പക്ഷെ രണ്ടും നമുക്ക് ഇഷ്ടമല്ല. ദാറ്റ്സ് കോൾഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. പിന്നെ മൾട്ടിപ്പിൾ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇതെല്ലാം കൂടെ വരുന്ന ഒരു സാഹചര്യം. ചില സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചിന്തകളും ഒരുമിച്ച് കയറി വരും. അങ്ങനെ കയറി വരുന്നതിനാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ കോൺഫ്ലിക്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ എന്താണ്, ഫ്രസ്ട്രേഷൻ റിയാക്ഷൻസ് എന്താണ്, അതെങ്ങനെ വരുന്നു, അതെന്തുകൊണ്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു, ആ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ എങ്ങനെ റിയാക്ഷൻ വരുന്നു, എങ്ങനെയാണ് ആ ഫ്രസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ കാരണങ്ങൾ എന്താണ്, ഇതും ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പം ഫ്രസ്ട്രേഷനും ഇത് വരും. നമുക്ക് സോഴ്സസ് ഓഫ് സ്ട്രെസ് എഴുതിയിട്ട് എഴുതാം, അല്ലെങ്കിൽ നേരിട്ട് എഴുതാം, ഫ്രസ്ട്രേഷനും കോൺഫ്ലിക്റ്റും. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യമുള്ള സംഗതിയാണ്. അപ്പം ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എപ്പോഴും പറയുന്നത് രണ്ട് കാര്യം ഒരുമിച്ച് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഒന്നേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും സാധാരണ ഇത് പറയുന്നത് ഉത്തരത്തിയിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിയിരിക്കുന്ന പോവുകയും ചെയ്തു. കാരണം ഉത്തരത്തിയിരിക്കുന്നത് നമുക്ക് താല്പര്യമുണ്ട്, കക്ഷത്തിയിരിക്കുന്ന താല്പര്യമുണ്ട്. പക്ഷേ ഏതെങ്കിലും കൈപൊക്കിയൊന്നെങ്കിൽ കക്ഷത്തിയിരിക്കുന്ന പോകും, കൈപൊക്കിയില്ലെങ്കിൽ ഉത്തരത്തിയിരിക്കുന്ന നമുക്ക് നഷ്ടപ്പെടും. ഇതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് നമ്മളെപ്പോഴും പറയും, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. രണ്ടവസ്ഥയാണ്, ചെയ്യാനും ചെയ്യാതിരിക്കാനും നമുക്ക് പറ്റില്ല. ഒരു കണക്ക് നമുക്ക് ഫ്ലൈറ്റിൽ കയറുന്നത് ഭയങ്കര ആഗ്രഹമാണ്, ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നാണ് ഫ്ലൈറ്റ്. പക്ഷെ ഫ്ലൈറ്റ് മുകളിലോട്ട് പോകുമല്ലോ എന്നൊക്കെ നമുക്ക് അതിനോട് പേടി. ദാറ്റ് ഇസ് കോൾഡ് ക്ലസ്ട്രോഫോബിയ ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. രണ്ട് കാര്യം നമുക്ക് താല്പര്യമില്ല, പക്ഷെ ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റുള്ളൂ. ചെകുത്താനും കടലിനും ഇടയ്ക്ക്, ഒരിടത്ത് ചെകുത്താൻ ഒരിടത്ത് കടൽ, പക്ഷെ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങോട്ട് ചാടിയാൽ ചെകുത്താൻ, അങ്ങോട്ട് ചാടിയാൽ കടൽ, രണ്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ദെൻ മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇത് മിക്സഡ് ആയിട്ട് വരിക.
ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നടക്കുമ്പോഴും ആ സാഹചര്യത്തില് പല അഭിപ്രായങ്ങളുണ്ടാകും. അപ്പം ഒരു ഉദാഹരണം, നമ്മളൊരു കല്യാണം നടക്കുന്നു. അപ്പൊ അച്ഛൻ പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷെ നമുക്കത് ചെയ്യണമെന്നുണ്ട്. അമ്മ പറയാത് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവിടെയുണ്ട്. അപ്പൊ നമുക്ക് അമ്മയും അച്ഛനെയും നമ്മുടെ മുമ്പിൽ അപ്പം സ്ട്രെസ് ഉണ്ടായി. അപ്പം ഒരേ സമയത്ത് നമുക്കുണ്ടാകുന്ന പല വികാരങ്ങളും, അതാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. എങ്ങനെ നമ്മൾ സ്ട്രെസ്സിനെ അളക്കാം? ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ മെഷേഴ്സ് ആണ്. ഫിസിയോളജിക്കൽ മെഷേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബി പി നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സ്കിന്നിന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം, അളക്കാനായിട്ടുള്ള ഇതുണ്ട്. ഹാർട്ട് ബീറ്റ് എങ്ങനെ കൂടുന്നു, ഹാർട്ട് ബീറ്റ് എങ്ങനെ കുറയുന്നു, ഷുഗർ റേറ്റ് എങ്ങനെ കൂടുന്നു, എങ്ങനെ കുറയുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നതാണ് ഫിസിയോളജിക്കൽ മെഷേഴ്സ്. അത് നമ്മളെപ്പോഴും പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടോ ഇല്ല എന്നറിയാനുണ്ട്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ബി പി അളക്കട്ടെ, നിങ്ങളുടെ ബി പി കൂടുതലാണോ കുറവാണോ എന്നാളും നോക്കട്ടെ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അതിനർത്ഥം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. ചിലപ്പം ആ ഫിസിയോളജിക്കൽ ഇതിനെ വെച്ച് നമുക്ക് അളക്കാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് ഫിസിയോളജിക്കൽ മെഷേഴ്സ്. അതിനെ അളക്കാനായിട്ടുണ്ട് ധാരാളം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റ്, സ്ട്രെസ്സിനെ അളക്കാനുള്ള പല സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. എന്നിട്ട് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പറയും. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. ചെക്ക് ലിസ്റ്റ്, കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതുക. സ്ട്രെസ് ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതുക, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന നമ്മൾ എഴുതി വെക്കുക. അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇന്റർവ്യൂ മെത്തേഡ്. മുഖാമുഖം നടത്തിയിട്ട് നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കാൻ എല്ലാ സംഗതികൾക്കും, ഈ എടുക്കുന്ന എല്ലാ സംഗതികൾക്കും ഗുണവും ദോഷങ്ങളും. അപ്പൊ എപ്പോഴും സൈക്കോളജി മെഷർമെന്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്ക് ഫിസിയോളജിക്കൽ മെഷേഴ്സിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകാം, സൈക്കോളജിക്കൽ എന്തൊക്കെ മേന്മയുണ്ട്, എന്തൊക്കെ ദോഷമുണ്ട്, സൈക്കോളജി മെത്തേഡ്സ് എന്തൊക്കെ മേന്മയുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറവുകളുണ്ട്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. അതുകൊണ്ട് നമ്മൾ ചെക്ക് ലിസ്റ്റ്, ഇതിനൊക്കെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടെ എഴുതുമ്പോഴേ ഒരു മെഷർമെന്റ്, സൈക്കോളജിക്കൽ മെഷർമെന്റ് പറയുന്നത് ശരിയാവുള്ളൂ. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ്, എന്തൊക്കെ കാരണങ്ങളാണ്, റീസൺ, അതായത് ഏതൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകാം, എങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് സ്ട്രെസ് ഉണ്ടാകാം, അതിലെല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് എന്തുകൊണ്ടാണ്? കാരണം അവർ ചിലപ്പം നമ്മൾ പറയല്ലോ, ഒരു വികാരവും ഇല്ലാത്തവരോട്, ഒരു സ്ട്രെസ്സും ഇല്ല, എപ്പോഴും വളരെ കമാൻ കൂളായിട്ട് കളിയിരിക്കുക. എന്ത് പ്രശ്നം നമ്മൾ പറയുന്നല്ലേ, പാലം കുലുങ്ങിയാലും കളം കുലുങ്ങിയാലും, ഈ ലോകം മുഴുവൻ അടങ്ങിയാലും അനങ്ങാതിരിക്കുന്ന ഏത് പാർട്ടീസ് ഉണ്ട്. എന്ത് സ്ട്രെസ് വന്നാലും അവർക്ക് അത് ബാധകമല്ല. അത് നമ്മൾ ടൈപ്പ് എ ആൻഡ് പി ആണ്. ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാണ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നതാണ് പഠനം തെളിയിക്കുന്നത്. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വി ആർ സെയിങ് ദാറ്റ് ദേ ആർ ഇൻട്രോവേർട്സ്, ഉൾവലിഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പോൾ എപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്വഭാവത്തെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത, ജീവിതത്തിൽ സുരക്ഷിതമില്ലാത്തൊരവസ്ഥ. അപ്പം ഇതാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റിയിൽ എന്ന് പറയുന്നത്. അവർക്ക് ആദ്യത്തെ ടൈപ്പ് എ പേഴ്സണാലിറ്റിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ജീവിതത്തിൽ ഒരു സുരക്ഷിത ബോധം ഉണ്ടാവില്ല. സെക്കൻഡ്, അർജൻസി ഓഫ് ടൈം, എന്തിനും ഭയങ്കര തിരക്ക്, ഇത് ഇപ്പം തീരണം, ഒട്ടനെ തീരണം, ഇത് ഇപ്പം തീരും, അങ്ങനെ ഒരു ഇതെപ്പം ചെയ്തു തീർക്കാനായിട്ടാണ്. ചിലർ ഇതെങ്ങനെ ഞാൻ ചെയ്തു തീർക്കും, ഇത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്തു തീർക്കണ്ടേ. സോ ദിസ് കോൾഡ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. അവരുടെ സ്വഭാവങ്ങളാണ്. ഒന്ന് സ്റ്റാറ്റസ് ഇൻസെക്യൂരിറ്റിയാണ്, എപ്പോഴും ഒരു സുരക്ഷിത ബോധം ഉണ്ടാകും. ഇതെല്ലാം തന്നെ തിരക്കായിരിക്കും, പെട്ടെന്ന് തീർന്നില്ല. ഹൈപ്പർ അഗ്രസീവ്നെസ്, ഭയങ്കര ബഹളം ഉണ്ടാക്കുക, ഹൈപ്പറായിട്ട് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എപ്പോഴും ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയാ എന്ന് പറയുക. സെക്കൻഡ്, ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി, എല്ലാത്തിൽ നിന്നും മാറി ഒന്നും ശരിയാകില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇറിറ്റബിലിറ്റി ഉണ്ടാകുക, എല്ലായിടത്തും നെഗറ്റീവ് ഇത് വരിക, കാര്യങ്ങൾ പറയുക. അതാണ് ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി. ഡ്രൈവ് ടുവേർഡ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ, കൈയിടിക്കുക, എന്തെങ്കിലും ചെയ്യണം, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ആൾക്കാരാണ്
നമ്മൾ സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയും. ഇത് ആത്മഹത്യ ചെയ്യാന്നൊന്നുമല്ല കേട്ടോ. ഇതിനകത്ത് ആത്മഹത്യ എന്ന് പറയുന്നത് ഉണ്ട്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഈ പേഴ്സണാലിറ്റിക്കകത്ത് സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അടിച്ചോണ്ടിരിക്കുക, ഇത് ശരിയാകില്ല ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ കാര്യം. ദാറ്റ് ഇസ് കോൾഡ് ടൈപ്പ് എ പേഴ്സണാലിറ്റി. ദെൻ ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തെ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറാണ് നമ്മളത്. ഇറിറ്റബിലിറ്റി ആൻഡ് ആങ്കർ അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിരിക്കും. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ദേഷ്യം കൊണ്ട് ചെയ്യാൻ പറ്റിയത് എന്താണ്, വേറെ എത്രയോ പേര് ഇവിടെ ഉണ്ട്, അവരെ കൊണ്ട് ജയിച്ചാൽ പറ്റുന്നതൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടുക, അല്ലെങ്കിൽ പ്രതികരിക്കുക, ഇറിറ്റബിലിറ്റി കാണിക്കുക. എന്തെങ്കിലും ജോലി പറഞ്ഞു കഴിഞ്ഞാൽ മുഖമൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് എന്നിട്ട് ഇറങ്ങി അങ്ങ് പോവുക. ദാറ്റ്സ് ഇറിറ്റബിലിറ്റി ആൻഡ് ആങ്കർ എക്സ്പീരിയൻസ് ബൈ ഇൻഡിവിജ്വൽ ഹു അതർവൈസ് സീം പെർഫെക്റ്റ്ലി നോർമൽ. സ്ട്രെസ് ഉണ്ടായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഇത് മാറുക, അല്ലെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടാകും. സ്ട്രെസ് ഉണ്ട്, സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം ആ സിറ്റുവേഷനെ അയാൾ സ്ട്രെസ്സായിട്ട് കാണുകയാണ്. പിന്നെ അടുത്ത വേറെ ഒരു പ്രശ്നം പെർഫെക്ഷനിസം. അവരാണ് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാകുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് തീരണമെന്ന് ഉദ്ദേശിക്കുക. കാരണം എന്ത് ചെയ്താലും ഒരു കണക്ക് കൂട്ടി വെച്ചു, ഒരു 4 പ്രാവശ്യം ചെക്ക് ചെയ്യും, ശരിയാണോ. രാവിലെ ഒരു 10 മണിക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത് പെർഫെക്ഷനിസം ഉള്ള നമുക്ക് ഒരു കണക്കിന് സൈക്കോളജിയിൽ OCD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത്, OCD. കാരണം ഈ OCDക്കകത്ത് പെർഫെക്ഷനിസം മാത്രമല്ല, OCD വരുമ്പോഴത്തേക്ക് റിപ്പീറ്റഡായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും കൂടെ വേണം. ഈ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ സമയത്ത് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ 8:50 ഒരു പ്രോഗ്രാം വെച്ചു, അവർ 8:45 അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ 8:30, കുറച്ചുകൂടെ കൂടുതൽ 8:30 ഉണ്ടാവും. അപ്പം എന്തിനും ഒരു പ്രശ്നം, ഞാൻ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയാം. അങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കുന്ന നമുക്ക് പറയുന്ന ആൾക്കാരുടെ കുഴപ്പമെന്ന് വെച്ചാൽ അവർ തന്നെ ഇത് ചെയ്യാനിരിക്കും. വേറെ ആര് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. ആര് ചെയ്യാൻ ശ്രമിക്കും അത് ഞാൻ ചെയ്തോളാം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഓവർലോഡാകും. കാരണം വേറെ ആര് ചെയ്താലും ഒരു വിശ്വാസമില്ല, അത് ഞാൻ തന്നെ ചെയ്യണം, ഞാൻ തന്നെ ചെയ്താലേ ശരിയാകും എന്നുള്ള തോന്നലുകൾ വരിക. അപ്പം അത് കൂടുതൽ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കും. അപ്പോൾ ഈ പെർഫെക്ഷനിസം കൂടുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ സ്ട്രെസ് കൂടും. അപ്പം അടുത്ത ഈ പെർഫെക്ഷനിസം ആണ്. അപ്പം പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. കാരണം ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ വരുമ്പോൾ കറക്റ്റ് സമയത്ത് ചെയ്യുക. ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗ് നമ്മൾ കറക്റ്റ് സമയത്ത് കൂടുക. ചിലരുണ്ട് മീറ്റിംഗ് 10 മണി എന്ന് പറഞ്ഞാൽ 11 മണിക്ക് വരുള്ളൂ, ചില 10 മണി എന്ന് പറഞ്ഞാൽ 9:55 വരും. അപ്പോൾ ഇതിൽ ഈ പെർഫെക്ഷനിസത്തിൽ അതിൻ്റെ ദോഷവും ഗുണവും ഉണ്ട്. അപ്പം പെർഫെക്ഷനിസം എന്ന് പറയുന്നത് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ചില കാര്യത്തിൽ ചോദിക്കുക. അപ്പം ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, രാവിലെ 9 മണിക്ക് വരണം, അയാൾ 8:50 വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അയാളെ ഏൽപ്പിക്കാൻ നമുക്ക് തോന്നും, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അയാളെ ഏറ്റെടുക്കും. അതാണ് ഈ പെർഫെക്ഷനിസം എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് പോവുകയാണെങ്കിൽ നമുക്കതിന് പ്രശ്നമില്ല. പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റി വെക്കുക. ഇന്ന് വയ്യ, നാളെ രാവിലെ ചെയ്യാവുന്നേ, അപ്പോൾ നാളെ രാവിലെ ചെയ്യും, ഇന്ന് വേണ്ട മറ്റന്നാൾ ചെയ്യാവുന്നേ, ഇപ്പം ഇത്രയും ദിവസമായില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത്രയും ദിവസമായില്ല, ഇനി അടുത്തത് പിന്നെ ചെയ്താൽ മതി. അതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അടുത്ത ലേൺ ഓഫ് ഹെൽപ്ലെസ്നെസ്, ലേൺ പെസിമിസം. അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല, എന്ത് വന്നു കഴിഞ്ഞാലും ഭയങ്കര ആങ്സൈറ്റി. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല, ഇത് ശരിയാവില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവുക. ദാറ്റ് ഇസ് കോൾഡ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ഓർ ലേൺഡ് പെസിമിസം. ദെൻ പേഴ്സണലൈസേഷൻ, എന്നെ മാത്രം ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കുക. പിന്നെ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു പോകുക. അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതൊക്കെയാണ് സ്ട്രെസ്സിന്. പിന്നെ മോഡറേറ്റേഴ്സ്, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ. ചില ആൾക്കുണ്ട് LOC, ലോക്കസ് ഓഫ് കൺട്രോൾ. സംഭവിച്ചാലൊക്കെ എങ്ങനെയൊക്കെ വന്നോട്ടെ, ഇതൊക്കെ ശരിയാണ്, എല്ലാം നല്ലതിനെ വരുള്ളൂ, അത് നല്ലതാകും എന്നുള്ള ചിന്താഗതി. ദാറ്റ് ഇസ് കോൾഡ് ലോക്കസ് ഓഫ് ഹാർഡ്നെസ്. ചില അങ്ങനെ തന്നെ ആയിരിക്കും, വലിയ കാര്യങ്ങളൊന്നും വലിയ മാറ്റമൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കും. പിന്നെ സോഷ്യൽ സപ്പോർട്ട്, സമുദായത്തിൻ്റെ സപ്പോർട്ട്. എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമ്പോൾ, ഒരു എക്സാമ്പിൾ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ അവിടെ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടായി. നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ ചുറ്റുപാടും വെള്ളം കാണുകയാണ്. ആ വെള്ളം കണ്ട് എല്ലാവരും എന്ത് ചെയ്യണമെന്ന്, മഴ പെയ്തു, ഭയങ്കരമായിട്ട് മഴ പെയ്തു, സ്ട്രെസ് ഉണ്ടായി, സാധനങ്ങൾ ഒലിച്ചു പോയി, സാധനങ്ങൾ നഷ്ടപ്പെട്ടു, ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം സോഷ്യൽ സപ്പോർട്ട് അവിടെ വരിക. നമ്മൾ പിള്ളേർക്ക് പഠിക്കാനായിട്ട് എന്ത് ചെയ്യും, വീട് നഷ്ടപ്പെട്ടു, അവിടെ തന്നെ വീട് വെച്ച് കൊടുക്കും,
അപ്പോൾ അവിടെ ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. സോഷ്യൽ സപ്പോർട്ട്. ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം നമ്മൾ എന്ത് കാര്യങ്ങളും നടക്കുമ്പോൾ. പെസിമിസം നമുക്കിപ്പോഴും സ്ട്രെസ് കൂട്ടുന്നതാണ്. സ്ട്രെസ്സുമായിട്ട് കയറണമെങ്കിൽ ഒപ്റ്റിമിസം ആണ്. ശരി, അത് ശരിയായിട്ട് നടക്കും, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ജെൻഡർ ആൻഡ് കൾച്ചർ. സാമൂഹികമായ കാരണങ്ങൾ. ചില സമൂഹത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവുള്ളവരുണ്ട്, അത് കൾച്ചറാണ്. ചിലടത്ത് ജെൻഡർ ഡിഫറൻസ്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ലേഡീസിന് കുറച്ച് കൂടുതൽ സ്ട്രെസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എഫക്റ്റ് ഓൺ സ്ട്രെസ് ഓൺ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി അതായത് ഒരാളുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഒരു കമ്പനി നമ്മൾ ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ നിന്ന് വരുന്ന ഔട്ട്കമാണ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത്, അതാണ് നമ്മുടെ പെർഫോമൻസ് പറയുന്നത്. ഇവിടെ ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് ആണ്. ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ നമ്മൾ ബാധിക്കുന്നു. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ പെരുമാറുന്നു. സ്ട്രെസ് വരുമ്പോൾ അവരുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ പ്രവർത്തന പരിധി കൂടുകയാണോ കുറയുകയാണോ. ഇപ്പം സ്ട്രെസ് കണ്ടിരിക്കുന്ന എല്ലാ പഠനങ്ങളും തെളിയിച്ചിരിക്കുന്ന സ്ട്രെസ് ഉള്ളപ്പോഴത്തേക്ക് ആൾക്കാരുടെ പെർഫോമൻസ് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഇത് കൂടുമ്പോൾ, കൂടുതൽ സ്ട്രെസ് വരുമ്പോൾ പെർഫോമൻസ് കുറയും. അതുപോലെ തന്നെ പെർഫോമൻസ് കുറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പം പലപ്പോഴും ഓഫീസുകളിലൊക്കെ കാണുന്നത് ഒരു ഓപ്റ്റിമൽ ലെവൽ വരെ സ്ട്രെസ്, ഒരു പർട്ടിക്കുലർ ലെവൽ വരെയുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. പർട്ടിക്കുലർ ലെവൽ വരെയുള്ളത് അതിന് മോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ട്രെസ്സായിട്ട് മാറും, പെർഫോമൻസിന് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ പെർഫോമൻസ് നെഗറ്റീവായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ കമ്പനിയെ ബാധിക്കും, അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഒരു സ്ട്രെസ് താഴെയാണെന്നിരിക്കട്ടെ, ഹൈപ്പോ സ്ട്രെസ് ആണെന്നിരിക്കട്ടെ, അപ്പോഴും പെർഫോമൻസ് കുറയും. കാരണം ഏതെങ്കിലും സമയം, ഇപ്പോൾ ഒരു ജോലിയുണ്ട്, കമ്പനി പറയാം നമുക്ക് 5 മണിക്ക് മുമ്പ് തീർക്കേണ്ടതാണ്, 5 മണിക്ക് മുമ്പ് ചെയ്ത് തീർക്കണം. അപ്പം നമ്മൾ എല്ലാവരുടെ ഇടയിൽ വർക്ക് ചെയ്ത് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തു. അതായത് കൂടുതൽ സ്ട്രെസ് ആകുമ്പം നെഗറ്റീവായിട്ട് ബാധിക്കും, എക്സ്പെൻസ് കൂടുതലാവും, ദെൻ ഇറ്റ് വിൽ അഫക്ട് ദ കമ്പനി. അപ്പം ഒരു ലെവലിൽ മുകളിലാണെങ്കിലും ഒരു ലെവലിന് താഴെയാണെങ്കിലും സ്ട്രെസ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. എഫക്റ്റ് ഓഫ് സ്ട്രെസ് റിലേഷൻഷിപ്പിൽ പലപ്പോഴും സ്ട്രെസ് കൂടുന്നുണ്ട്, റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത്, നെഗറ്റീവാണ്. പിന്നെ സ്ട്രെസ് കൂടുമ്പം റിലേഷൻഷിപ്പ് മോശമാകും. കാരണം ആ റിലേഷൻഷിപ്പ് നന്നായിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം ബാധിക്കും. അപ്പോൾ എഫക്റ്റ് ഓഫ് സ്ട്രെസ് ഓൺ റിലേഷൻഷിപ്പിന് നെഗറ്റീവായിട്ട് ബാധിക്കും. ചില റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആകും, ചില റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പം ഈ റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ നേരെ തിരിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും, അപ്പോൾ സ്ട്രെസ് ഉണ്ടാവില്ല. സോ മോഡറേറ്റ് ഓഫ് സ്ട്രെസ്. എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം? ആക്ച്വലി ഇറ്റ്സ് കോൾഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഇത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, സ്ട്രെസ്സിനെ നമുക്ക് കോപ്പ് ചെയ്യണം. സ്ട്രെസ്സുള്ള സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, അതിനെ എങ്ങനെ നമുക്ക് നേരിടാം, അല്ല സ്ട്രെസ്സിനെ എങ്ങനെ ഓർക്കാം. സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാ സമയത്തും ഒരു കാരണം അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ദ മാനേജ്മെൻറ്റ് ഓഫ് സ്ട്രെസ് ഓർ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ സ്ട്രെസ്. അപ്പം ആദ്യം നമ്മൾ ഹെൽത്ത് എന്താന്ന് മനസ്സിലായി, ഹെൽത്ത് എന്താന്ന് പറഞ്ഞു, വെൽബീയിങ് എന്താന്ന് പറഞ്ഞു. ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. എന്താണ് ആരോഗ്യം, എങ്ങനെയാണ് ആരോഗ്യ സംരക്ഷണം, എന്താണ് ഇവിടെ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് എന്താണ്, ഹെൽത്ത് എന്താണ്, ഹെൽത്തിനുള്ള കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സമൂഹമായിട്ട് ചേരുന്നത് എങ്ങനെയാണ്. അപ്പം ഹെൽത്ത് പഠിച്ചു, വെൽബീയിങ് പഠിച്ചു, സ്ട്രെസ് പഠിച്ചു. ദെൻ സ്ട്രെസ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ സ്ട്രെസ്. സാധാരണ ഇത് നമ്മൾ പറയുന്നത് സ്ട്രെസ് മാനേജ്മെൻ്റ് എന്നാണ്, ശരിക്കും പറയുന്നത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആണ്. സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കുന്നതിനെ പറ്റുകയില്ല, നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല. എന്ത് കാര്യത്തിലാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ
സ്ട്രെസ് എന്ന് പറയുന്നതുമായിട്ട് ചേർന്ന് പോവുക, അതിനെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ പോവുക. ദാറ്റ് ഇസ് കോൾഡ് സ്ട്രെസ് മാനേജ്മെന്റ്. ഇതെപ്പോഴും മനസ്സിലാക്കണം. എപ്പോഴും സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ് കോപ്പിംഗ് വിത്ത്, ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് മാനേജ്മെന്റ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആണ്. സ്ട്രെസ്സുമായിട്ട് എങ്ങനെ നമ്മൾ ചേർന്ന് മുമ്പോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് എങ്ങനെ എഴുകിച്ചേരുന്നു. എന്തിനാണ് നമുക്ക് ഈ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടായി? നമ്പർ 1, നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സ് മാറ്റാനാണ്. നെഗറ്റീവ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. അപ്പം ചുറ്റുപാടുകളുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പം അതിനെ ഡിക്രീസ് ചെയ്യുക, അത് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിനെ നെഗറ്റീവായിട്ട് നമ്മൾ എങ്ങനെ ബാധിക്കാതിരിക്കും. അതാണ് ആദ്യത്തെ നമ്മുടെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ചെയ്യാനുള്ള കാര്യം. ഈ നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായി അതുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒരു സെൽഫ് ഇമേജ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സെൽഫ് ഇമേജ് എപ്പോഴും നമ്മൾ ഈ ശാക്തീകരണം എന്നൊക്കെ എംപവർമെന്റ് ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപവർമെന്റിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് സെൽഫ് ഇമേജ് കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ തന്നെയുള്ള ബോധ്യം, നമ്മളെക്കുറിച്ചുള്ള അറിവ്, ആ അറിവാണ് നമുക്ക് ഒരു കാര്യമുള്ളത്. അതായത് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ നമ്മുടെ നെഗറ്റീവ് എൻവയോൺമെന്റ് കണ്ടീഷൻ നമ്മൾ രക്ഷപ്പെടുക, എൻവയോൺമെന്റുമായിട്ട് നമ്മൾ നെഗറ്റീവ് സിറ്റുവേഷനുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സെൽഫ് ഇമേജ്, നമ്മുടെ സെൽഫ് ഇമേജ് നമുക്ക് ഇങ്ങോട്ട് കൂട്ടുക. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേടാൻ പറ്റും. എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാൻ അതിനെ ഓവർകം ചെയ്യാം, ഇതെൻ്റെ കഴിവുകളാണ്, ഇതെൻ്റെ കഴിവുകേടുകളാണ്. കുഞ്ഞിന് മാഷ് പറഞ്ഞില്ല, പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം. അപ്പോൾ അദ്ദേഹത്തിന് സ്ട്രെസ്സാണ്, കാരണം പൊക്കമില്ലാത്ത ഭയങ്കര സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സിനെ അദ്ദേഹം നേരിടാൻ വേണ്ടി ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം. അപ്പം എനിക്ക് പൊക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊക്കമാണ്, അതെൻ്റെ വലിപ്പമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ സെൽഫ് ഇമേജ് കൂട്ടുക എന്ന് പറയുന്നത്. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൂട്ടുക. അപ്പോൾ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ബാധിക്കും. അതിൽ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതാണ് സ്ട്രെസ് മാനേജ്മെന്റ് or coping strategies for stress. Coping styles: proactive coping, avoiding coping. സ്ട്രെസ് ഉണ്ടായാൽ ആദ്യം നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനെ എങ്ങനെ നമുക്ക് നേരിടാം, അല്ലെങ്കിൽ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനുമായിട്ട് എങ്ങനെ ജീവിക്കാം. ആദ്യത്തെ പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. പ്രോ ആക്റ്റീവ്, നമുക്ക് സ്ട്രെസ് വരുന്നു എന്ന് നമുക്ക് മുമ്പിൽ കണ്ടു, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും, അപ്പോൾ അതിനെ നമുക്ക് നേരിടാം. അപ്പം നാളെ നമുക്ക് പരീക്ഷയുണ്ട്, പരീക്ഷ വരുന്ന ദിവസം നമുക്ക് സ്ട്രെസ് വളരെ കൂടുതലാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പാടാണ് എന്ന് നമ്മൾ വരുന്നു. അപ്പം നമ്മൾ നേരത്തെ മുൻകൂട്ടി നമ്മൾ അതിനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നാളെ പരീക്ഷയുണ്ട്, സ്ട്രെസ്സാണ്, എനിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കൂട്ടത്തിൽ അച്ഛനൊന്നും വരും, അവിടെ വന്നിരിക്കൂ. അപ്പോൾ പ്രൊആക്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജി. അവോയ്ഡൻസ്, എനിക്ക് നാളെ പരീക്ഷ എഴുതാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് വയറ്റിളക്കുക, ബിക്കോസ് ഓഫ് ദിസ് സ്ട്രെസ്. ഇഷ്ടംപോലെ ആൾക്കാർ പരീക്ഷ എഴുതാതിരിക്കുന്നുണ്ട്, സംഗതികൾ മാറ്റിവെക്കുന്നു. പ്രോ ആക്റ്റീവ് എന്നുവെച്ചാൽ നേരത്തെ കണ്ടതിനെ ഓവർകം ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ പ്രൊആക്റ്റീവ് ആൻഡ് അവോയ്ഡൻസ്, ഫസ്റ്റ് അത് അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതായത് നാളെ ഒരു പരീക്ഷയുണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് പരീക്ഷ എഴുതാം. അപ്പോൾ നമ്മളതിനെ അവിടെ എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, നമുക്ക് നേരിടണം. നമ്മൾ അക്യൂറേറ്റ്, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ കൊണ്ട് സ്ട്രെസ് ഉണ്ട്, ദെൻ ഇനിഷ്യൽ അപ്രൈസൽ, അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്. Then preliminary efforts to cope with this stressful situation, seeking the feedback and using the same. അപ്പം proactive coping and avoidance coping അകത്ത് പല സ്റ്റേജിൽ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്, കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കുക.
എന്തൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്ന സ്ട്രെസ്സസ്, എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് സ്ട്രെസ്സസ് ഉണ്ടാക്കാവുന്നത്. പിന്നെ ഇനിഷ്യൽ അപ്രൈസൽ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുക. ആൻഡ് ലാസ്റ്റ് വൺ, ട്രൈ ടു കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. സം കേസസ് സീക്കിംഗ് ഫീഡ്ബാക്ക്. ഒന്നുകൂടെ നിങ്ങൾ ഒന്നുമില്ല എന്ന് നമ്മൾ പറയുകയാണ്, നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് നമുക്ക് എഴുതി തരണം എന്ന് നമ്മൾ പറയുക. അതായത് പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അക്യുമുലേഷൻ ഓഫ് റിസോഴ്സ്, ഫസ്റ്റ് കൊണ്ട് നമ്മൾ കാരണങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്, ഇത് എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ്ഫുൾ ഉണ്ടാകുന്ന സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഐഡൻറ്റിഫൈങ്, എന്നിട്ട് നമ്മൾ ആ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ് നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് വിലയിരുത്തുക. എന്നിട്ട് നമ്മളിതിനെ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതെന്ന് വെക്കുക. ആൻഡ് അത് കഴിയുമ്പം നമ്മൾ നമ്മളൊന്ന് ഫീഡ്ബാക്ക് ചെയ്യുക. നമ്മൾ അതിനെ ഓവർകം ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നോക്കുക. ഇതാണ് പ്രോആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. ഫസ്റ്റ് വൺ, അക്യുമുലേഷൻ ഓഫ് റിസോഴ്സ്. ഐഡൻറ്റിഫൈങ് ആൻറ്റിസിപ്പേറ്റിംഗ് പൊട്ടൻഷ്യൽ സ്ട്രെസ്സസ്, എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത നോക്കുക. അതിനെ നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തുക. ആ വിലയിരുത്തിയതിനെ സംഗതിയെക്കുറിച്ച് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളായിട്ട് ചേരുക. ദെൻ യൂസ് ഓക്കെ ഫൈൻ. ഫസ്റ്റ് കോപ്പിംഗ് സ്റ്റൈൽ ഈസ് പ്രോആക്റ്റീവ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. ഇമോഷണൽ ഫോക്കസ്, വൈകാരികമായി എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കുക. അപ്പം ആ ഉണ്ടാക്കുന്ന മാനസികമായ പ്രശ്നങ്ങളെ, വൈകാരികമായ പ്രശ്നങ്ങളെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദെൻ പ്രോബ്ലം ഫോക്കസ്, ഈ പ്രോബ്ലമാണ്, പർട്ടിക്കുലർ പ്രോബ്ലമാണ് നമുക്കുണ്ടാക്കുക. എക്സാമ്പിൾ നമുക്ക് പരീക്ഷയാണ് നമുക്ക് എഴുതുന്നത്. അപ്പോൾ പരീക്ഷയെ നമുക്ക് സ്ട്രെസ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു ടൈം ടേബിൾ വെച്ച് പഠിച്ചു വരിക, എന്നിട്ട് പരീക്ഷ എഴുതാൻ പോവുക. ചില സമയത്ത് പറയുന്നത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര എന്തെങ്കിലും ജോലി എടുക്കാൻ ഭയങ്കര ആങ്സൈറ്റി. നമ്മൾ സാധാരണ ഈ സ്ട്രെസ് ആങ്സൈറ്റിയാണ്. അപ്പോൾ പലപ്പോഴും ഈ പെർഫെക്ഷനിസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ആങ്സൈറ്റി. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര മണിക്കാണ് ഓഫീസിൽ എത്തേണ്ടത്? 10 മണിക്ക് പരിപാടി തുടങ്ങും. എത്ര മണിക്ക് നിങ്ങൾ ഓഫീസിൽ എത്തണം? 10 മണിക്ക്. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്? സമയത്ത് എത്താൻ പറ്റുമോ? ശരി, നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുക. നമ്മൾ സ്ഥിരമായിട്ട് 40 മിനിറ്റ് ഓഫീസിൽ പോയി ഉള്ളെങ്കിൽ നമ്മൾ 1 മണിക്കൂർ എടുക്കുന്നത്. 1 മണിക്കൂർ മുമ്പ് വെച്ച് നമ്മൾ എഴുതുക, ഒരു 20 മിനിറ്റ് നേരത്തെ നമ്മൾ ഇറങ്ങുക. അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ ഓവർകം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചു അതിനനുസരിച്ച് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ്. പ്രോആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്, അതിന് 4 സ്റ്റേജ് ഉണ്ട്. അക്യുമുലേഷൻ ഓഫ് റിസോഴ്സ്, ഐഡൻറ്റിഫൈങ് ആൻറ്റിസിപ്പേറ്റിംഗ് പൊട്ടൻഷ്യൽസ്, ഇനിഷ്യൽ അപ്രൈസൽ, പിന്നെ പ്രിലിമിനറി എഫേർട്ട് ടു കോപ്പി ദ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ദെൻ ബയോ ഫീഡ്ബാക്ക്, ദെൻ എമോഷണൽ ഫോക്കസ് കോപ്പിംഗ്, വൈകാരികമായിട്ടുള്ള കാര്യങ്ങളത്തിന്, ദെൻ പ്രോബ്ലം റിലാക്സേഷൻ ടെക്നിക്സ്. ധാരാളം റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. എക്സാമ്പിൾ ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ്. അതായത് സ്ട്രെസ്ഫുൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറയുക, ഓരോ മസിൽസും നമ്മൾ ടൈറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ബ്രീത്തിങ് എടുക്കുക. അപ്പോൾ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. പിന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ ഒക്കെ അടുക്ക് പോയിരുന്ന് പഠിക്കുന്ന മെഡിറ്റേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന് ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ധാരാളം മെഡിറ്റേഷൻസ് ഉണ്ട്. വിപാസന മെഡിറ്റേഷൻ, സെൽഫ് ഇമേജ് മെഡിറ്റേഷൻ, സെൽഫ് ഇമേജ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും മെഡിറ്റേഷൻ മെത്തേഡ് കൂടിക്കഴിഞ്ഞാൽ ചെയ്യും. ദെൻ യോഗ എന്ന് പറയും. യോഗ ചെയ്യാൻ പറയുമ്പോൾ ഒരു കാര്യം എടുക്കുന്നത്, സ്ട്രെസ് വരുമ്പം എല്ലാ യോഗയും അതിനകത്ത് നമുക്ക് ഗുണം ചെയ്യണമെന്നില്ല. കുറച്ചൊരു സ്ട്രെസ് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ളൂ. പലപ്പോഴും യോഗ ചെയ്യുമ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ആൾക്കാർ പറയും തോട്ട്സിനെ ബ്ലോക്ക് ചെയ്യാൻ പറയും. തോട്ട്സിനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന പത്മാസനം നമുക്ക് ചെയ്യാം, ബ്രീത്തിങ് ചെയ്യാം, സൂര്യ നമസ്കാരം ചെയ്യാം, ഇതൊക്കെ ചെയ്യാം നമുക്ക്. അതാണ് അടുത്തൊരു യോഗ മെത്തേഡ്. അപ്പം റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. എക്സാമ്പിൾ ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ്. മെഡിറ്റേഷൻ പല മെഡിറ്റേഷൻ മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ട്. പിന്നെ
സെൽഫ് ധാരാളം മെഡിറ്റേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഓരോ ഇത് എല്ലാ രീതികളും മെഡിറ്റേഷൻ സെൻറ്റേഴ്സ് തന്നെയുണ്ട്. യോഗയിൽ ഞാൻ പറയുന്നത് യോഗയുടെ കൂട്ടത്തിന് സൂര്യ നമസ്കാരം ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സൂര്യ നമസ്കാരം ചെയ്യാം. കാരണം അത് എല്ലാ പാർട്ടിനും റിലാക്സേഷൻ തരുന്ന ഒരു സംഗതിയാണ്. ഇതിനകത്ത് പത്മാസന ചെയ്യാം, ശലഭാസന ചെയ്യാം, മയൂരാസന ചെയ്യാം, ഹർദ പത്മാസന ചെയ്യാം, ദെൻ സർവാംഗാസന ചെയ്യാം. റിലാക്സേഷൻ കിട്ടുന്ന യോഗയാണ്. കുറേ യോഗകളുണ്ട്. ഇത് പ്രത്യേകിച്ച് ഓരോ സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ യോഗ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ മൈൻഡ്ഫുൾനെസ്, നമ്മുടെ മനസ്സിനെ നമ്മൾ റിലാക്സ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നത് സ്ട്രെസ് ഉണ്ടാകുന്ന ആൾക്കാർ അവർ ഓൺ ടൈം, യു ഫൈൻഡ് അവർ ഓൺ ടൈം. നമുക്ക് നമ്മുടേതായി ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന കുറേ സമയം നമുക്കുണ്ടാകും. വേറെ ചിന്തകളൊന്നും ഉണ്ടാകാൻ പറ്റില്ല. മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഇരിക്കുക. അല്ലാതെ ടിവിയുടെ മുമ്പിൽ പോയി ഇരിക്കുക എന്നുള്ളതല്ല. ഒന്നും ചെയ്യാതെ വെറുതെ നമ്മൾ ഇരുന്ന് നമ്മുടെ മൈൻഡിനെ ഫുള്ളാക്കുന്ന സമയം. ദെൻ അവർ ഓൺ ടൈം, ഞാൻ പറയുന്നത് അവർ ഓൺ ടൈം എന്നാണ് പറയുന്നത്. ഒരു തോട്ട്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു സമയമാണ് മൈൻഡ്ഫുൾനെസ്. ബയോ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്തെടുക്കുക. ബയോ ഫീഡ്ബാക്ക്. ദെൻ കോഗ്നിറ്റീവ് റിസെപ്റ്റീവ്, നമ്മൾ കാഴ്ചപ്പാടുകൾ മാറ്റുക. എപ്പോഴും പറയുന്നത് സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. നമ്മുടെ കോഗ്നിഷൻ മാറ്റുക. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ നമ്മളുണ്ടാക്കി നമ്മൾ പറയും അതൊക്കെ ദൈവം വരുത്തി വെച്ചില്ല, നമ്മൾ അനുഭവിക്കേണ്ടതല്ലേ, അതിപ്പോൾ വലിയ സീരിയസ് ഒന്നും എടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളെപ്പോഴും ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അതിനോടുള്ള കാഴ്ചപ്പാട് നമ്മൾ മാറ്റി. സംഭവിച്ചതെല്ലാം നല്ലത്, സംഭവിക്കാൻ പോകുന്നതും നല്ലത്. നെക്സ്റ്റ് വൺ ഇസ് ടൈം മാനേജ്മെന്റ്. ഞാൻ ഒരിക്കലും ടൈം മാനേജ്മെന്റ് എന്നല്ല പറയുന്നത്. ആക്ച്വലി ടൈം ബഡ്ജറ്റിംഗ്. ടൈം ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 24 മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കൂടെ പൈസയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊരു 100 രൂപ നമുക്ക് എങ്ങനെ വേണ്ടി ചിലവാക്കാം. 90 രൂപ ചിലവാക്കാം, 10 രൂപ സേവ് ചെയ്യാം. 100 രൂപ ചിലവാക്കിയിട്ട് 10 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കടം വേണ്ടി പോകാം. 110 രൂപ നമുക്ക് ചിലവാക്കാം. 10 രൂപ ചിലവാക്കിയിട്ട് 90 രൂപയും സേവ് ചെയ്യാം. അല്ലെങ്കിൽ 50 നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതല്ല, നമുക്ക് ആവശ്യങ്ങൾ നടക്കുകയും മിച്ചം വയ്ക്കുകയും അതിൽ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള പറ്റണം. പക്ഷെ സമയത്ത് നമുക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റില്ല. പണമൊക്കെയാണ് നമുക്ക് ക്യാരി ഓവർ ചെയ്യാം. ഇത് ബഡ്ജറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റു, 6 മണിക്ക് എഴുന്നേറ്റു. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഏത് സമയത്ത് എഴുന്നേക്കുന്നത്, അപ്പോൾ കൃത്യമായ ഒരു സമയത്ത് എഴുന്നേൽക്കുക. 1 മണിക്കൂർ നമ്മൾക്ക് എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞ് ഇത്ര മണിക്ക് നമുക്ക് ഓഫീസിൽ പോകാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത്ര മണിക്ക് എൻ്റെ ഓഫീസ് കഴിയും. അത് കഴിഞ്ഞാൽ കുറച്ച് ലീഷർ ടൈം വേണം. ഇങ്ങനെ നമ്മൾ ബഡ്ജറ്റ് ചെയ്യണം ഇതിന്. ഇനി നമ്മൾക്ക് എക്സസ് നമ്മൾ 10 രൂപ മാറ്റി വെച്ചു, വേറൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. പക്ഷെ ആ കാര്യം നമ്മൾ നടക്കുന്നില്ല. നമുക്ക് വേറെ കാര്യത്തിന് ഉപയോഗിക്കാം. സമയം അതുപോലെ തന്നെ. ഞാൻ ഇന്ന് 5 മണി മുതൽ 6 മണി എൻ്റെ ഫ്രണ്ട്സിനെ കാണണമെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ഫ്രണ്ട്സിനെ കാണാൻ പോകാൻ പറ്റുന്നില്ല. സ്ട്രെസ് അടിക്കില്ല, വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ടൈം മാനേജ്മെൻറ്റ്, ഇറ്റ് ഈസ് ടൈം ബഡ്ജറ്റിംഗ്. സോ ഒന്നുകൂടെ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എപ്പോഴും സ്ട്രെസ് പറയുമ്പോൾ കോപ്പിംഗ് സ്റ്റൈൽസോട് സ്ട്രെസ്സിനെ എഴുതണം. ഫസ്റ്റ് വൺ ഈസ് പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. അപ്പോൾ പ്രോ ആക്റ്റീവ് കോപ്പിംഗ് എന്ന് വെച്ചാൽ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. നമ്മൾ ഒരു സംഗതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ചു വെച്ചു. സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം അതിൻ്റെ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സ്, എങ്ങനെയൊക്കെ സ്ട്രെസ് ഉണ്ടാക്കാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇതിനെ എങ്ങനെ നേടാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പ്രശ്നങ്ങളല്ല, ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള കാര്യം. ഒരു എക്സാമ്പിൾ, നാളെ പരീക്ഷ എഴുതാൻ പോകണം. ആ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് എത്ര സമയത്ത് ചെയ്യണം, എത്ര സമയത്ത് നേരത്തെ എഴുതണം, എങ്ങനെയൊക്കെയാണ് രീതിയിൽ എഴുതുന്നത് നമ്മൾ നേരത്തെ. അതാണ് പലപ്പോഴും കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ നമ്മൾ ട്രെയിനിങ് മോഡൽ എക്സാമിനേഷൻ ഒക്കെ എഴുതുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് അതിന് സ്ട്രെസ് ഉണ്ടാകാം, ഏതൊക്കെ കാരണങ്ങളാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിക്കുക, അതിനെ നമ്മൾ ഓർമ്മ ചെയ്യുക. പിന്നെ നമ്മളൊന്ന് വിലയിരുത്തുക. നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ, പാസ്സായേ പറ്റുള്ളൂ, അതുകൊണ്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇതൊരു നിയമമാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കുമാണ്. നമ്മൾ ഇനിഷ്യൽ അപ്രൈസൽ നടത്തി. പിന്നെ
പ്രിലിമിനറി എഫേർട്സ് എങ്ങനെയൊക്കെ ഇതിനെ ഓവർകം ചെയ്യാമെന്നുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കി. ഇന്ന കാര്യങ്ങൾ നമ്മൾ പരീക്ഷ ഹാളിൽ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. അവിടെ വെള്ളം കുടിക്കാനുള്ളത് വെക്കണം. അവിടെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അവിടെ ഇപ്പം ഇതുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ നേരത്തെ കയറിയിരുന്ന സിറ്റുവേഷനുമായിട്ട് നമ്മൾ ചേർന്നും. ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ സിറ്റുവേഷൻ ഓവർകം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ചെയ്തൊക്കെ ശരിയാണോ, ഈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോസസ് സ്ട്രെസ് കുറഞ്ഞു. എമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ്, ആ വൈകാരികമായി എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദെൻ പ്രോബ്ലം ഫോക്കസ്, ആ പ്രശ്നത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇത് കോപ്പിംഗ് സ്ട്രാറ്റജീസ് പിന്നെയും പറയുന്നുണ്ട്. കോപ്പിംഗ് സ്ട്രാറ്റജി പറയും ഇത് പരീക്ഷയ്ക്ക് സാധനം ചോദിക്കും. അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ചോദിച്ചാൽ എൻ്റെ കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് കൂടെ എഴുതണം, എന്നാലേ അത് പൂർണ്ണമാകുള്ളൂ. പിന്നെ എന്തൊക്കെ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്? മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ്, ബയോ ഫീഡ്ബാക്ക്, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, ടൈം മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൽനെസ് ആൻഡ് ഫുഡ്, എന്താണ് വിവിധതരം ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് ഇന്നത്തെ നമ്മൾ കൂടുതൽ നമ്മൾ നോക്കുന്നത് വെച്ചാൽ പലതരത്തിലുള്ള ഫുഡ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഫുഡ് നമുക്ക് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആദ്യം നമുക്കുണ്ടാകുന്നത് ഫുഡ് നമുക്കുണ്ടാകുന്ന ശാരീരികമായ പ്രശ്നങ്ങൾ. ഇപ്പം ലേറ്റസ്റ്റ് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പർട്ടിക്കുലർ കേരളത്തിലെ തന്നെ പർട്ടിക്കുലർ ഏരിയയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ക്യാൻസർ കൂട്ടുന്നുണ്ട്. പർട്ടിക്കുലർ ഏരിയ, അതായത് ഒരു സ്ഥലത്തുള്ളതിനെക്കാട്ടും കൂടുതലാണ് മറ്റു സ്ഥലത്തുള്ളത് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. അത് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് ഹാബിറ്റ്സ് ആണോ, വെള്ളത്തിൽ നിന്നുള്ള സംഗതികളാണോ, വേറെ എന്തെങ്കിലും ആണോ എന്ന് നോക്കിയില്ല. സാധാരണ രീതിയിൽ ഫുഡ് ഹാബിറ്റ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന്, നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുക. പിന്നെ സെക്കൻഡ് പറഞ്ഞത് ഡയറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്കില്ല. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ കിട്ടിയാലും കഴിക്കും, നമ്മൾ വലിച്ചു വാരി കഴിക്കും. ഒരു സിസ്റ്റമാറ്റിക് ഫുഡ് ഹാബിറ്റ്സ് നമുക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര മണിക്ക് കഴിക്കും, ലഞ്ച് ഇത്ര മണിക്ക്, ഡിന്നർ ഇത്ര മണിക്ക് കഴിച്ചു എന്നുള്ള പറയും. പിന്നെ പലപ്പോഴും പറയുന്നത് വെച്ചാൽ പലരും രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സമയത്തായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 12 മണിക്കായിരിക്കും, ലഞ്ച് എന്ന് പറഞ്ഞാൽ 3 മണിക്കായിരിക്കും, ഡിന്നർ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലത്തേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജങ്ക് ഫുഡുകൾ, വഴിയിൽ നിന്ന് കിട്ടുന്ന വലിച്ചു വാരിത്തിരിക്കുക ജങ്ക് ഫുഡുകൾ, വറുത്തത് പൊരിച്ചത്, ഹോട്ടൽ ഫുഡുകൾ, ബേക്കറി ഐറ്റംസ്, ഇത് നമുക്ക് ഒബിസിറ്റി കൂട്ടും. എന്താ പറഞ്ഞാൽ ഒന്ന്, നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കൂടും. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ചോറ് കഴിക്കുക, പഞ്ചസാരയുടെ അളവ് നമ്മൾ കൂടുതൽ കഴിക്കുക, മധുരം കൂടുതൽ കഴിക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കൂടും. എക്സ്പെഷ്യലി കണ്ടമാനം ചോറ് കഴിക്കുക. നമുക്കറിയാം 3 നേരമൊക്കെ ചോറ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഫുഡ് സമയത്ത് കഴിക്കാത്ത ആൾക്കാരുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയില്ല, ചിലപ്പോൾ ലഞ്ച് കഴിക്കുക, ഡിന്നർ മാത്രം കഴിക്കും. പിന്നെ പല തരത്തിലുള്ള നമ്മൾ വ്രതങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുന്നു. ലിപ്പിഡ് പ്രൊഫൈൽസ്, നമ്മുടെ കൊളസ്ട്രോളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് വ്യത്യാസം, കൊളസ്ട്രോളൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൂടുന്നു. അപ്പോൾ ഇത് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടാണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂക്കോസ് കൂടുതലായിട്ടുള്ള നമ്മൾ ചോറ് കൂടുതൽ കഴിക്കുക, മധുരം കൂടുതൽ കഴിക്കുക, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ്. ലിപ്പിഡ് പ്രൊഫൈൽസ് നമ്മൾ കൂടുതൽ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുക, എക്സസൈസ് ഇല്ലാതിരിക്കുക. ദെൻ പ്രോട്ടീൻസ്, പല പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ ദാറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം. പ്രോട്ടീൻസ് കൂടുതലാണെങ്കിൽ. ദെൻ വൈറ്റമിൻസ്, എക്സാമ്പിൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാക്കും, ഡിപ്രഷൻ ഉണ്ടാക്കും, സാഡ്നെസ് ഉണ്ടാക്കും, സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാക്കും. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ മിനറൽസ്, ശരീരത്തിന് ഇരുമ്പ്, കോപ്പർ, ഇതെല്ലാം ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസാണ്. അത് കുറവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഫിസിക്കൽ കണ്ടീഷൻസ്, ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ് കൂടുക, ദെൻ ലിപ്പിഡ് പ്രൊഫൈൽസിന് വ്യത്യാസം വരിക, പ്രോട്ടീനിൽ വ്യത്യാസം ഉണ്ടാകും, വൈറ്റമിൻസ് വ്യത്യാസം ഉണ്ടാകും, മിനറൽസിന് വ്യത്യാസം ഉണ്ടാകും. ഇത് എന്താണ്?
ഇൻബോൺ പ്രോസസ്സ്, അതായത് ജന്മന തന്നെ നമ്മുടെ ബ്രെയിനിനകത്ത് ചില സ്വഭാവങ്ങളാണ്. ഒന്ന് ചില പ്രത്യേക ആഹാര സാധനങ്ങളോട് താല്പര്യം വരിക, ബിക്കോസ് ഓഫ് ഇൻസൈഡ് ദ ബ്രെയിൻ ആണ്, ന്യൂറോൺസിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടർ, ചുറ്റുപാടുകൾ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ. ഇപ്പോൾ അർബൻ ഏരിയയിൽ നമ്മൾ ജീവിക്കുക, റൂറൽ ഏരിയയിലേക്ക്, വില്ലേജ് ഏരിയയിൽ ഇരിക്കുക. അപ്പോൾ ഈ കൂടുതൽ ടെക്നോളജിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, ശാസ്ത്രീയമായ പുരോഗമനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, ഈ കോർപ്പറേഷൻ പരിധികൾ അല്ലെങ്കിൽ മെട്രോപോളിറ്റൻ സിറ്റീസിലൊക്കെ താമസിക്കുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാറി, ചുറ്റുപാടുകൾ മാറി. അത് അവർ ഈ ഈറ്റിംഗ് ഹാബിറ്റ്സ് വ്യത്യാസപ്പെടുത്തുന്നു. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന കുട്ടികളൊക്കെ ഇത് IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക. ചിലവൻ്റെ അവരുടെ സമയം എന്ന് വെച്ചാൽ 10 മണി മുതൽ 8 മണി വരെ, 10 മണിയായിരിക്കും, ചിലർക്ക് 2 മണി മുതലായിരിക്കും, ചിലർ രാത്രി ലേറ്റ് നൈറ്റ് ആയിരിക്കും നമ്മൾ ഇരുന്ന് വർക്ക്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. പിന്നെ ചിലക്കുണ്ട് ഫുഡ് എത്ര വാങ്ങിച്ചാലും നമുക്ക് മതിയാവില്ല, ഇത് ഒസിഡി പോലാണ്. ചില ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം ഉടനെ തന്നെ എന്തെങ്കിലും നമുക്ക് ശരി, ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മധുരം കഴിക്കണം, ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം, ഊണ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും വേണം. അപ്പം ഇങ്ങനെ കൂടുതൽ സാധനം വാങ്ങാനുള്ള, ഫുഡ് വാങ്ങാനായിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒരു കാരണമാണ്. പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, കൂടുതൽ കഴിക്കുക, കുറയ്ക്കുക കഴിക്കുക, വണ്ണം കൂടുമെന്ന് വെച്ചുകൊണ്ട് കഴിക്കാതെ ഇരിക്കുക, ഓവർ ഈറ്റിംഗ് ആകാം. ചിലപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വോമിറ്റിംഗ് ഉള്ള ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കുക. ചിലപ്പോൾ സൗന്ദര്യം നോക്കിയിട്ട് നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുക. പിന്നെ കൂടുതൽ കഴിക്കുക, കുറച്ച് കഴിക്കുക, വോമിറ്റിംഗ് ഉണ്ടാകുക. പിന്നെ ടെൻഷനൊക്കെ വലിച്ചു വാരി നമ്മൾ കഴിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മുടെ ചിലപ്പം കഴിക്കാൻ പാടില്ലാത്ത, ചിലർക്ക് മുടിയൊക്കെ തിന്നുന്ന ആൾക്കാരുണ്ട്, രോമങ്ങളൊക്കെ ചെയ്യുക, ദഹിക്കാത്ത സാധനങ്ങൾ ചെയ്യുക. പിന്നെ ചിലരുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് പിന്നെ തികട്ടി വന്നിട്ട് അതിനെ കഴിച്ചുകൊണ്ടിരിക്കുക, അതിനെ നമ്മൾ വീണ്ടും ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക, എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ചില ഫുഡ് കഴിക്കില്ല, അവോയ്ഡൻസ്, ഒഴിവാക്കും. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ച് വേണ്ട, ഇന്ന് 2 ദിവസത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. അല്ലെങ്കിൽ വളരെ ഒരു ഇഡ്ഡലി കഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ഒരു പിടി ചോറുണ്ട്, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഫുഡിനെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിലത് കഴിക്കാതെ വരിക. ദെൻ അനോറക്സിയ നെർവസ, വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബുലിമിയ, കാരണം വെച്ചാൽ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഛർദ്ദിപ്പിച്ച് കളയുക, വണ്ണം വെക്കുമെന്ന് വെച്ചാൽ കഴിക്കുക, ഛർദ്ദിച്ച് കളയുക. ഡിപ്രഷനൊക്കെ വരും, വലിച്ചു വാരി നമ്മൾ കഴിക്കുക, എത്ര കഴിച്ചാലും മതിയാ, കാരണം ഇടയ്ക്ക് പോയി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈറ്റിംഗ് ഫുഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ഫുഡ് ഹാബിറ്റ്സ് ആണ് മെയിൻ പ്രശ്നം. പിന്നെ പ്രോപ്പർ ഡയറ്റ് ഇല്ലാതിരിക്കുക. പിന്നെ നമുക്ക് വണ്ണം വെക്കുക. കാരണം ഇതിന് ഉള്ള കാരണങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുന്നുണ്ടാകാം, ലിപ്പിഡ് പ്രൊഫൈൽ നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നുണ്ടാകാം, പ്രോട്ടീൻസിന് വ്യത്യാസം വരുന്നുണ്ടാകാം, അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നതുകൊണ്ടാകാം, വൈറ്റമിൻസ് പ്രശ്നങ്ങൾ, ഡിഫിഷ്യൻസി ഉണ്ടാകാം, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി എന്നുള്ള, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി. ദെൻ മിനറൽസ്, ധാതുക്കൾ നമ്മുടെ ശരീരത്തിൽ, അയൺ, സിങ്ക്, കോപ്പർ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണം, അത് നമ്മൾ കുറഞ്ഞു പോവുക. ദെൻ എന്തൊക്കെയാണ് ഈ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ പ്രശ്നങ്ങളുണ്ട്? ഒന്ന്, ഇൻബോൺ പ്രോസസ്സ്, നമ്മുടെ ബ്രെയിനിനകത്ത് തന്നെയുള്ള ചില പ്രോസസ്സുകളാണ്. പിന്നെ ചുറ്റുപാടുകൾ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടമാനം ഫുഡ് കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. പിന്നെ ചിലർക്ക് വാങ്ങണമെന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാതെ വരിക, കണ്ടമാനം വാങ്ങിച്ച് കഴിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹോട്ടൽ ഫുഡുകൾ ശീലം വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ജങ്ക് ഫുഡുകൾ, പിന്നെ നമ്മൾ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ കഴിക്കുന്നതാണ്. ദെൻ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, റുമിനേഷൻ. കാരണം ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ ഈ രോമം പോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുക. ചില രോമം മുടി പറിച്ചിട്ട് തിന്നുന്ന ആൾക്കാരുണ്ട്, ചില ഇങ്ങനെ തികട്ടി വന്ന് ആഹാരം കഴിക്കുക. പിന്നെ ചില ഫുഡ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചില ഫുഡ് കൂടുതൽ നമ്മൾ കഴിക്കുക. റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഓർ അവോയ്ഡൻറ്റ്, ചിലത് കഴിക്കാതിരിക്കുക. ദെൻ അനോറക്സിയ നെർവസ, വൊമിറ്റിംഗ് ഉണ്ടാക്കുക. പിന്നെ കഴിച്ചിട്ട് നിർബന്ധമായിട്ട് നമ്മൾ വൊമിറ്റ് ചെയ്യുക. ദെൻ കണ്ടമാനം വലിച്ചു വാരി കഴിക്കുക. ഇത്രയാണ് നമ്മൾ ഈറ്റിംഗ്
ഡിസോർഡറിൽ കാണുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. സോ എഗെയിൻ അടുത്ത ദിവസം കാണുന്നത് വരെ കാത്തിരിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് നിങ്ങൾ പഠിക്കണം.